വിശ്വം കാക്കുന്ന നാഥ എന്നുള്ള പാട്ട് സാറാണല്ലോ വരികൾ എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യം ദേവ എന്നായിരുന്നു എന്നുള്ളത് നാഥ പുള്ളിയാക്കിയതാണ്. വിശ്വം കാക്കുന്ന ദേവ എന്നാണ് ഞാൻ എഴുതിയത്. ശരി. അപ്പം ദേവ എന്നുള്ളത് ക്രിസ്ത്യൻ ദൈവങ്ങളെ പറയൂല, നാഥ നാക്കു എന്ന് പറഞ്ഞത്. അതെ. വിശ്വം കാക്കുന്ന നാഥ വിശ്വയിക നായക അകാരത്തിലാണ് അവസാനിക്കുന്നത്. ദേവ എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടി ഫോഴ്സ് ഉണ്ടാവും അതിനൊന്ന്. പിന്നെ നാഥൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് എഴുതിയത് ഒരു ഡെമ്മി പാട്ടായിട്ട് എഴുതിയതാണല്ലോ. ആ പാട്ട് ആ പടത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതിയതായിരുന്നില്ല. കാര്യം ഞാൻ കമ്പോസിങ്ങിന് വന്നിട്ട് സമയത്ത് കച്ചേരിക്ക് കുറെ കച്ചേരികൾ നടന്നു. കൈതപ്പുറം തമ്മനമ്പുരി ആ സമയത്ത് കുറെ മ്യൂസിക് കച്ചേരികൾ നടത്തുന്ന കാലമാണ്. അപ്പോൾ തിരുമേനിക്ക് വരാമെന്ന് പറഞ്ഞ ദിവസം വരാൻ സാധിച്ചില്ല. അപ്പോൾ ജോൺസൺ 2 ദിവസം പണിയില്ലാതിരുന്നപ്പോൾ ജോൺസൺ ഇറിറ്റേറ്റഡായി. മാഷെ എന്നാൽ ഞാൻ ഒന്ന് പോയി വന്നാലോ എന്നൊക്കെ ചോദിച്ചു. ഷൊർണൂർ വെച്ചിട്ടാണ്. അപ്പോൾ ജോൺസൺ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സബ്ജക്റ്റ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ പ്രാർത്ഥനാ ഗാനം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരിക, എന്നിട്ട് നമുക്ക് ആ ട്യൂൺ കൊടുത്താൽ തിരുമേനെ കൊണ്ട് എഴുതിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതി കൊടുത്ത വരികളാണ്. അപ്പോൾ അതിമനോഹരമായിട്ട് ജോൺസൺ അത് ട്യൂൺ ചെയ്തു വിശ്വം കാക്കുന്ന. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ തോന്നി.